നമ്മുടെ ഫാമിലുള്ള ഓരോ ആടിന്റെയും എല്ലാ വിവരങ്ങളും നമ്മുടെ രജിസ്റ്ററിൽ വേണം. നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന ആടാണെങ്കിൽ കൊണ്ടുവന്ന ഡേറ്റ്, ആ കൊണ്ടുവന്നപ്പോഴുള്ള തൂക്കം, അതിന്റെ കളറ്, കഴിയുമെങ്കിൽ അതിന്റെ ഫോട്ടോ അവിടെ നമ്മുടെ രജിസ്റ്ററിൽ ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന സ്ഥലത്തുനിന്ന് ചോദിച്ചറിഞ്ഞിട്ട് അതിന് ചെയ്ത വാക്സിനേഷനുകൾ, ഇഞ്ചക്ഷനുകൾ, ആന്റിബയോട്ടിക്കുകൾ ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, വരെ ഇളക്കിയത് ഏത് മാസത്തിലാണ് ലാസ്റ്റ്, ഏതൊക്കെ തീറ്റകൾ കൊടുക്കുന്നത്, ആ വിവരങ്ങളൊക്കെ ശേഖരിക്കുകയാണെങ്കിൽ അതൊക്കെ അവിടെ എഴുതി വെക്കുന്നത് നന്നായിരിക്കും. ഇനി നമ്മുടെ ഫാമിൽ തന്നെ വളർന്നു വന്ന കുഞ്ഞാണെങ്കിൽ അതിന്റെ ജനന തീയതി നമ്മൾ രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. പിന്നെ ആടിന് കൊടുക്കുന്ന തീറ്റ ഏതാണ് എന്നുള്ളതും, പിന്നീട് നമ്മൾ വാക്സിനേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏതാണ്, അതിന്റെ കമ്പനി നെയിം എഴുതുക, ഏതാ ഡേറ്റ് എന്ന് രേഖപ്പെടുത്തുക. വരെ ഇളക്കുന്ന മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റുകൾ രേഖപ്പെടുത്തുക. മുതിർന്ന പ്രായപൂർത്തിയായ ആടാണെങ്കിൽ മീറ്റിംഗ് നടന്ന ഡേറ്റ് ഏതാണ്, ബ്രീഡിംഗ് നടന്ന ഡേറ്റ് എന്നാണ്, അത് അവിടെ എഴുതി വെക്കുക. ഏറ്റവും പ്രധാനമായി രേഖപ്പെടുത്തേണ്ട കാര്യം, ആന്റിബയോട്ടിക്കുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗുളികയായാലും ഇഞ്ചക്ഷൻ ആയാലും അതിന്റെ ഡേറ്റും ആ കൊടുത്ത മരുന്ന് ഏതാന്നുള്ളതും രേഖപ്പെടുത്തണം. നമ്മൾ ഒരാടിന് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു ആന്റിബയോട്ടിക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ആന്റിബയോട്ടിക്കിന് ചില ബാക്ടീരിയകൾ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി നേടും. അടുത്ത ഒരു ഘട്ടത്തിലും നമ്മൾ അത് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇത് ഫലിക്കാതെ വരും. അപ്പൊ നമ്മൾ വേറെ മാറ്റി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ 4 or 5 സൈക്കിൾ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആദ്യത്തെ ആന്റിബയോട്ടിക്കിലേക്ക് എത്താൻ. അപ്പൊ നമ്മുടെ ഫാമിൽ ചുരുങ്ങിയത് 3 or 4 ആന്റിബയോട്ടിക്കുകൾ ഒരു കാര്യത്തിന് തന്നെ വേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ രജിസ്റ്ററിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചാൽ നമ്മൾ ഈ ആടിനെ കൊടുക്കുമ്പോൾ അതിന്റെ രേഖകൾ സഹിതം, ഇപ്പൊ നമ്മളൊരു കാറ് വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ കേസ് ഹിസ്റ്ററി കൊടുക്കാൻ പറ്റിയാൽ നല്ലൊരു വാല്യൂ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ നിലക്ക് അത് ഉപകാരപ്പെടും. മാത്രമല്ല എവിടെയും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു രേഖയായി നമ്മുടെ ഇതുണ്ട്. ആരോഗ്യകരമായ നല്ല ഒരു ഫാമിന്റെ ഒന്നാമത്തെ ക്വാളിറ്റിയാണ് അത്.